കേരള പോലീസിന്റെ ഒരു അവസ്ഥ കാണുമ്പോൾ സത്യത്തിൽ ആളുകൾക്കും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായ ചർച്ചകൾ നടക്കുകയാണ്. ഇത്രയും അസഭ്യം പറഞ്ഞിട്ടും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും ഒരു പോലീസിന് മിണ്ടാതെ ഇരിക്കേണ്ടി വന്നല്ലോ എന്നതാണ് ആളുകൾ ചോദിക്കുന്ന ചോദ്യം. എന്തായാലും നടപടിയെടുത്തു. പോലീസ് അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് തന്നെ വലിയ വിമർശനമുണ്ടായി. ഒരു മാളിലിട്ടൊരു പോലീസുകാരനെ അടിച്ചിട്ട് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അതിന് പിന്നാലെയാണ് ഈ സംഭവം. ദിവിഷ്, തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും അതിനപ്പുറം CPM-നെയും തന്നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടിയാണ് ഡിവൈഎഫ്ഐ നഗരൂർ മേഖലയിലുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് നടപടി ആരംഭിച്ചിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നഗരൂരിൽ പോലീസ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് 2 പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ 2 പേരും CPM നേതാക്കളാണ്. CPM വെള്ളല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രതീഷ്, ബ്രാഞ്ച് സെക്രട്ടറി വിഷ്ണു എന്നിവരാണ് രാവിലെ നഗരൂർ പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ആയത്. ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയിട്ടുണ്ട്. 9 പേർക്കെതിരെയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. 9 പേരെ പ്രതികളാക്കിക്കൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്തത്. ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ്. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ, കേസിൽ പ്രതികളായ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നോട്ടീസ് നൽകാനായി, കേസിൽ പ്രതികളാണെന്നുള്ള അറിയിപ്പ് നൽകാനായി പോയതാണ് നഗരൂർ പോലീസ് സ്റ്റേഷൻ SHO കൂടിയായ സബ് ഇൻസ്പെക്ടർ അൻസാർ. ആ SI സഞ്ചരിച്ച വാഹനമാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കാറ് കുറുകെയിട്ട് തടഞ്ഞു നിർത്തുകയും അതിൽ അസഭ്യ വർഷം ചൊരിയുകയും ഈ ഉദ്യോഗസ്ഥനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ ഉയർന്നിരുന്നു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CR ബിജുവും ഈ ഡിവൈഎഫ്ഐയുടെ ഈ നടപടിയിൽ വിമർശിച്ചുകൊണ്ട്, പോലീസിന് നേരെ നടന്ന അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പോലീസ് സേനയ്ക്കകത്ത് തന്നെ വലിയ വിമർശനം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. അടുത്തിടെയാണ് തിരുവനന്തപുരത്ത് ഒരു ഷോപ്പിംഗ് മാളിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഇപ്പോൾ ചില വാർത്തകളൊക്കെ വരുമ്പോൾ പോലും പറയാറുള്ളത് ഇത് പോലീസ് സേനയുടെ ആത്മവീര്യം കെടുത്തുന്ന നിലയിൽ വാർത്തകൾ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ ചില വിമർശനങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇത് പോലീസിന് തന്നെ മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ ഇപ്പോൾ മാളിലെ സംഭവത്തിൽ ആ പോലീസുകാരനെതിരെയാണ് മറ്റവരെക്കാളും കൂടുതൽ വേഗത്തിൽ കേസെടുക്കാനും ഒക്കെ പോലീസ് തന്നെ ശുഷ്കാന്തി കാട്ടിയത്. ഇതാണെങ്കിൽ ജീപ്പ് തടഞ്ഞു നിർത്തി, സിനിമയിൽ കാണുന്ന പോലെയാണ്, ജീപ്പ് തടഞ്ഞു നിർത്തി വന്ന് പോലീസിനെ തെറി വിളിക്കുന്നു, അടിക്കാനായിരുന്നു. ഇത്രയും ചെയ്തിട്ടും പോലീസ് മിണ്ടാതെ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പോലീസിനും ഭയമാകുന്ന സാഹചര്യമാണോ? തീർച്ചയായിട്ടും പോലീസിന് എതിരെ അതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ ലജ്ജ തോന്നും. കാരണം ഒരു ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ നിയമപാലനം നിർവഹിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന യൂണിഫോമിലുള്ള ഒരു ഉദ്യോഗസ്ഥന് നേരെ ഒരു മര്യാദയുമില്ലാത്ത അസഭ്യ വർഷമാണ് ആ യുവജന വിഭാഗത്തിലെ നേതാക്കൾ ചൊരിയുന്നത്. കാരണം അവർ സാധാരണഗതിയിൽ നമ്മൾ പറയും ഈ യുവജന സംഘടനകളൊക്കെ ഉള്ളവരാണ് സമൂഹത്തിൽ മാതൃകയാകേണ്ടതെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യുവജന സംഘടനയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളാണ് ഒരു പോലീസ് ജീപ്പ് തടഞ്ഞു നിർത്തി യൂണിഫോമിലുള്ള, അതും കൃത്യനിർവഹണത്തിന് വന്നിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ വൃത്തികെട്ട ഭാഷയിൽ ആ പദപ്രയോഗങ്ങൾ നടത്തുകയും അയാളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ്. ഷോപ്പിംഗ് മാളിൽ വെച്ച് SFI പ്രവർത്തകർ നേരത്തെ ഒരു ക്രമസമാധാന പാലനത്തിൻ്റെ ഭാഗമായി നടന്ന ആക്ഷൻ്റെ പേരിൽ ഒരു സ്വകാര്യ ആവശ്യത്തിന് വന്ന യൂണിഫോമിലല്ലാത്തൊരു പോലീസ് ഉദ്യോഗസ്ഥനെ വളഞ്ഞിട്ട് തല്ലുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് പോലീസ് സേനയിൽ വലിയ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തു. കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും പിന്നീട് വഞ്ചൂർ പോലീസ് കേസെടുക്കുന്ന കാഴ്ചയാണ്. അത് പോലീസ് സേനയ്ക്കകത്ത് തന്നെ വലിയ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് യൂണിഫോമിൽ ഈ ഒരു അടിപിടി കേസുമായി ബന്ധപ്പെട്ട് തിരിച്ചറിയപ്പെട്ട പ്രതികൾക്ക് നോട്ടീസ് കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ ആ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പോലീസ് വാഹനത്തെ തടഞ്ഞിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥരെ അസഭ്യവർഷം ചൊരിഞ്ഞ് അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറിയത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം പോലീസ് സേനയ്ക്കകത്ത് തന്നെ ഉണ്ടാകുന്നുണ്ട്. കാരണം ഭരണം ഞങ്ങളുടെ കയ്യിലാണെന്നുള്ള ധാർഷ്ട്യമാണ് ഇങ്ങനെ പോലീസിനോട് സംസാരിക്കാൻ അവർക്ക് കരുത്താകുന്നത്. ഇത് ഭരണപക്ഷത്തെ യുവജന സംഘടനകളുടെ പ്രവർത്തകരാണല്ലോ എന്ന ഭയവുമായിരിക്കാം പോലീസിന് മിണ്ടാതിരിക്കാനും പ്രചോദനമാകുന്നത്. തീർച്ചയായിട്ടും അതിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അവർക്ക് ഇത്തരം ചില ചെയ്തികൾ മൂലം, അത് അവരുടെ ഇപ്പോൾ പോലീസിൻ്റെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും പോലീസ് അസോസിയേഷൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ശക്തമായ വിമർശനം ഇതിനെതിരെ ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല ശക്തമായ നടപടി എടുക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലോ ആൻഡ് ഓർഡർ ADGPയോട് സംസ്ഥാന പോലീസ് മേധാവി റവാദ ചന്ദ്രശേഖരൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കർശനമായ നടപടിയുമായി മുന്നോട്ട് പോകാനാണ്. ഒരാൾക്കെതിരെയും ഈ നടപടിയെടുക്കുന്നതിൽ വീഴ്ചയുണ്ടാകരുത്. കാരണം പോലീസ് സേനയുടെ അന്തസ്സിനെ ബാധിക്കുന്ന രീതിയിലാണ് ഈ
പ്രവർത്തകർ പെരുമാറിയത്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ആനുകൂല്യവും ആ പ്രതികൾക്ക് ഉണ്ടാകരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും ശക്തമായ ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. CR ബിജുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറയുന്നത് ഈ വഴിയെ പോകുന്ന ആർക്കും കൊട്ടാവുന്ന ചെണ്ടയല്ല കേരള പോലീസ് എന്ന രീതിയിൽ അതിരൂക്ഷമായ വിമർശനമുണ്ട്. അതിനൊപ്പം തന്നെ ഇത്തരം ആൾക്കാരെ ഈ സംഘടനകളിൽ നിലനിർത്തണമോ എന്നുള്ള കാര്യം അതത് രാഷ്ട്രീയ സംഘടനകൾ ആലോചിക്കണമെന്നും CR ബിജുവിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ പോലീസ് സേനയ്ക്ക് എത്രമാത്രം അമർഷം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് ഈ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ശരി. എന്തായാലും പോലീസ് സേനയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ നടന്ന 2 സംഭവങ്ങളാണ്. ഒന്ന്, തിരുവനന്തപുരത്തെ മാളിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥനെ കൈകാര്യം ചെയ്യുന്നു SFI പ്രവർത്തകർ. ഇവിടെ കഴിഞ്ഞ ദിവസം നഗരൂരിലാണ് ഒരു കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ച കേസിൽ തിരിച്ചറിഞ്ഞവരെ അവർക്ക് നോട്ടീസ് നൽകാൻ എത്തിയ പോലീസുകാരെ വഴിയിൽ തടഞ്ഞു നിർത്തി സിനിമാ സ്റ്റൈലിൽ ചീത്ത വിളിക്കുകയും അടിക്കാനാവുകയും ചെയ്യുന്ന സംഭവമാണ്. വഴിയെ പോകുന്ന അവർക്ക് കൊട്ടാനുള്ള ചെണ്ടയാണോ പോലീസ് എന്ന് പോലീസ് അസോസിയേഷൻ പ്രതിനിധിക്ക് എന്നെ ചോദിക്കേണ്ടി വരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇത്തരം അഭ്യാസങ്ങൾ എന്നുകൂടി ഓർക്കുക.